ഞാൻ അപ്സര പോകുമ്പോഴേ പറഞ്ഞിരുന്ന ഒരു നമ്മൾ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അപ്സരക്ക്. അപ്പൊ ഞാനവിടെ എങ്ങനെ ചെയ്യണം എന്നാണ് ആലോചിക്കണെന്നൊക്കെ ഇങ്ങനെ പറയാം. ഞാൻ പറയാം എങ്ങനെയെങ്കിലും ചെയ്യും, ഒന്നും പറഞ്ഞു തരല്ലേ സാറിന് എന്നൊക്കെ പറഞ്ഞ പറയാം. ഞാൻ പറയും ഈ ഒരു ഗെയിമിന്റെ എന്റെ ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും തുടക്കത്തിൽ തന്നെ നമ്മള് ലീഡർ ആവണം, ഇതിനെ കൂടെ പറ്റണെങ്കിൽ മാക്സിമം ചെയ്യണം. ഞാൻ പറഞ്ഞിരുന്നു അപ്സരയുടെ അടുത്ത് ഫസ്റ്റ് ആഴ്ച തന്നെ പറ്റുകയാണെങ്കിൽ ലീഡർ ആവണം എന്ന് പറഞ്ഞില്ല, ക്യാപ്റ്റൻ ആവണം, സോറി ലീഡർ ക്യാപ്റ്റൻ ആവണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെയാണ്. അപ്പൊ നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾ മുന്നോട്ട് വരണം. അല്ലാതെ പൊതുവെ ഈ ബിഗ് ബോസിലുള്ള ഞാൻ കണ്ടിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ആൺകുട്ടികള് തഗ് പറയുമ്പോ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഒച്ചയും ബഹളൊക്കെ ഉണ്ടാക്കുമ്പോ അതൊക്കെ ഭയങ്കര കാര്യം ആൾക്കാരൊക്കെ കൈയടിക്കുക. ഒരു പെൺകുട്ടി ഒന്ന് തിരിഞ്ഞു നിന്നൊരു മറുപടി പറഞ്ഞ ഇവളെന്തെന്ന് അങ്ങനെ പറയല്ലോ. ഞാൻ പറഞ്ഞു അതൊന്നും നോക്കണ്ട, നിനക്ക് എന്താണ് തോന്നുന്നത് അങ്ങനെ പെർഫോം ചെയ്യുക. പറഞ്ഞൊന്നും പോയിട്ട് ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഷോ അല്ലല്ലോ, ഡയലോഗ് ഒന്നും എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ. സാധാരണ നമ്മൾ വേറെ എവിടെയെങ്കിലും ഡയലോഗ് എഴുതി കൊടുക്കാം, ഇന്നതുപോലെ പറയണം പ്രസംഗിക്കാൻ പോകുമ്പോഴേക്കും ഞാൻ പറഞ്ഞോളൂ. ഞങ്ങളോട് ഒന്നും പറയാനില്ല, എനിക്ക് എന്താണ് ചെയ്യാൻ. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ ആണെന്ന്. പക്ഷെ അതിന്റെ പ്രമോ വന്ന സമയത്ത് ഞാനിപ്പോ ഇത് കുത്തിരുന്ന് കണ്ടിട്ടാ, കാണണ്ടെന്ന് പറഞ്ഞപ്പോ ആൾക്കാർക്ക് തോന്നും. അപ്പം നമ്മുടെ ഭാര്യകളോട് കാണണ്ടേ. അപ്പം ഞാനിത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, പ്രമോ കണ്ടപ്പോ എനിക്ക് തോന്നി ജയിച്ചിട്ടുണ്ടാവില്ല, മറ്റേ ആ റോക്കി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഭയങ്കര ഒരു വാഗ്വാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് കണ്ടപ്പോ സത്യം പറഞ്ഞ് രോമാഞ്ചം വന്നുപോയി. നമ്മളെ മാത്രമല്ല, നമ്മളെ ബന്ധുക്കൾ വീട്ടുകാർക്കും ഇവിടെയൊക്കെ അപ്സരയുടെ ചേച്ചിക്കും ഒക്കെ എന്താണ് എന്റെ ചേട്ടൻ പറഞ്ഞത് അർജന്റീന, ഷാജിൻ എന്ന് പറഞ്ഞ എന്റെ ഒരു ചേട്ടൻ്റെ, അപ്പൊ ആള് പറഞ്ഞത് അർജന്റീന വേൾഡ് കപ്പ് എടുത്തത് സന്തോഷമായിരുന്നു. നമ്മുടെ ഒരാള് ജയിക്കുകയാണെന്നുള്ളതുണ്ടല്ലോ. പക്ഷെ അത് ഒരു ഇച്ചിരി ഹെവി ടാസ്ക് ആണ് പെൺകുട്ടികൾക്ക്. പക്ഷെ ജയിച്ചല്ലോ, അപ്പൊ ക്യാപ്റ്റൻ ആയല്ലോ, അപ്പൊ പിന്നെ നമുക്ക് സന്തോഷമായി. ഇനിയിപ്പോ ട്രാക്കിലായല്ലോ. ആ ഒരു ടാസ്കിന്റെ സമയത്ത് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ പുൾ ഡൗൺ ചെയ്യുന്ന രീതിയിലുള്ള പെണ്ണല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള. പക്ഷെ അതിനെല്ലാം എല്ലാവരുടെയും കണക്കുകൂട്ടലുകളെ തെറ്റിക്കുന്ന ഒരു രീതിയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജഡ്ജ്മെന്റുകൾക്ക് അപ്പുറമാണ് ഞാൻ. അന്ന് ഇങ്ങനെ ചോദിക്കണ മോഹൻലാൽ ഒന്ന് ചോദിച്ചിട്ട് ഇതിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് എന്നിട്ട് ആ രതീഷ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു ഇത് ഇന്ന ആള് എന്നുവെച്ചാൽ ഇവരെ കുറിച്ചൊന്നും അല്ല, ജയിക്കുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂല. അപ്പൊ നമ്മളൊരു വാക്ക് പറയുമ്പോ നമ്മൾ മുൻകൂട്ടി ആരെയും പ്രതീക്ഷിക്കാൻ പറ്റൂല. നമ്മൾ ആര് എന്ന് ആർക്കും ആരെ കുറിച്ച് പറയാൻ പറ്റൂല എന്ന് പോലും ആരും പറഞ്ഞില്ല. പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്നും വന്നില്ല, ആണുങ്ങളുടെ ഭാഗത്തുനിന്നും വന്നില്ല. അപ്പോ അവിടെയും പുരുഷന്മാർക്കായിരുന്നു മുൻതൂക്കം. എന്നിട്ട് ഈ രണ്ട് പെൺകുട്ടികളെ കുറിച്ച് ആരും പറഞ്ഞില്ല. അപ്പൊ അതിലും അവക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ അതായിരുന്നു അന്ന്. നമ്മളെ കുറിച്ച് ആരും എന്നുവെച്ചാൽ ഇവള് ഇത്രയൊക്കെ ആയിട്ട് ഇപ്പൊ തന്നെ ഇവക്ക് ഒരു ഈ സീരിയലിൽ തന്നെ 8 അവാർഡ് കിട്ടിയല്ലേ. 8 അവാർഡ് ഉണ്ടായിരുന്നു ഇപ്പൊ ഓരോന്നിലും. പിന്നെ എന്നിട്ടും അവളങ്ങനെ അയ്യോ ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണെന്നുള്ള